റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും പ്രേക്ഷകർക്കേറെ സുപരിചിതരായ വ്യക്തികളാണ്. പ്രണയവിവാഹത്തിലൂടെയാണ് ഇരുവരും ഒന്നായത്. വ്ലോഗിലൂടെയായി ആരതി വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട്. വീഡിയോകളെല്ലാം വൈറലാകാറുമുണ്ട്. അടുത്തിടെയായി അത്ര ആക്റ്റീവല്ല ആരതി. ഇതോടെയാണ് ഇരുവരും പിരിഞ്ഞോ എന്ന ചോദ്യങ്ങൾ ഉയർന്നത്. ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്കൊപ്പമായി പൊടിയെയും കുറിച്ചും വാചാലനായിരിക്കുകയാണ് റോബിൻ. കുണ്ടറ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായാണ് റോബിൻ മത്സരിക്കുന്നത്. പണ്ടത്തെ പോലെ എനിക്കിപ്പോൾ എന്തും വിളിച്ചു പറയാൻ പറ്റില്ല. സ്ഥാനാർത്ഥിയാണ്. ചിലരൊക്കെ കാറിലിരുന്ന് പറയും, നമ്മളത് ചെയ്ത് കാണിക്കും. എന്നെ റെക്കമെൻഡ് ചെയ്യാനോ പുഷ് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. ഹാർഡ് വർക്കിലൂടെ നേടിയെടുത്തതാണ് ഇത്. ബിഗ് ബോസ് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ കിട്ടണമെന്നില്ല. അതിൽ സ്നേഹമായിരുന്നു. ഇയാളെക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ വോട്ട് കിട്ടും. ന്യൂസ് ടുഡേ അഭിമുഖത്തിലായിരുന്നു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് റോബിൻ സംസാരിച്ചത്. എന്ത് കാര്യം നടക്കണമെങ്കിലും കേന്ദ്രത്തിനോട് ഈസി ആക്സസ് ഉണ്ട്. പൊടി വരാൻ ചാൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കേണ്ട, ഫുൾ ഇങ്ങനെ കൂടെ നടക്കേണ്ടേ, വരേണ്ടതാണ്. എന്തായാലും ഞാനൊരു ദിവസം വിളിക്കുന്നുണ്ട്. വരികയാണെങ്കിൽ വരട്ടെ. ഞാൻ എന്താണ് അനുഭവിച്ചതെന്ന് ഒന്ന് വന്ന് കാണട്ടെ. എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാറുണ്ട്. ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞതാണ്. അതൊരു റിയാലിറ്റി ഷോ മാത്രമാണ്. ബിഗ് ബോസിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പൊളിറ്റിക്സിൽ ഇറങ്ങുക എന്ന ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നു. അതൊന്ന് പറയാൻ പറ്റിയില്ലായിരുന്നു. മനസ്സിലെ വലിയ ആഗ്രഹങ്ങളിലൊന്നും പറഞ്ഞാൽ നടക്കില്ല. പറഞ്ഞതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് പറയാതെ വെച്ചതാണ്. ഡോക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യമുണ്ടായിരുന്നു. എങ്ങനെ ഇതിലേക്ക് വരണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. എന്താണ് ഡോക്ടറായി വർക്ക് ചെയ്യാത്തതെന്ന ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിലെ ഓളം നിലനിർത്തണമായിരുന്നു. അതാണ് സിനിമയൊക്കെ അനൗൺസ് ചെയ്തത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള സ്ഥാനത്ത് ഞാൻ എത്തി. ഇത് ഹോട്ട്സ്റ്റാർ അല്ല, ബിഗ് ബോസുമല്ലെന്ന് പലരും പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇത് റിയാലിറ്റിയാണ്. ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്.